നമസ്കാരം. അങ്ങനെ ആക്ടർ ബാബുരാജിനെതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. ആരാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്, പിന്നെ ആരാണ് ഈ ഒരു പരാതി ഉന്നയിച്ചിട്ടുള്ളതെന്നുള്ള അവരുടെ പേരും പിന്നെ ഡീറ്റെയിൽസും ഫോട്ടോ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവരുടെ മൊഴി ഇന്ന് ഒരു മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചിട്ടുള്ള അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പക്ഷേ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സംസാരം വരുന്ന സമയത്ത് ഈ ഒരു വേളയിൽ പറയേണ്ട കാര്യമുണ്ട്. കുറച്ച് കാലം മുന്നേ ബാബുരാജ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ഒരു ക്ലിപ്പാണ്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലൊക്കെ മെമ്പർ ആവാൻ ഞാൻ റെഡിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു ഭാരവാഹിയുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ അതേപോലെ എനിക്ക് പറയാനുള്ള സാധനം, എനിക്ക് ഈ വരുന്ന പിള്ളേരോട് ഇവരോട് എല്ലാവരും പറയാത്ത കാര്യമുള്ളൂ. ഇതുപോലൊരു അവസ്ഥയിലാണ് കന്നഡയിൽ കന്നഡ പടം ഇല്ലാണ്ടായത്, മഹാരാഷ്ട്രയില് അവിടുത്തെ മറാഠി ചിത്രങ്ങൾ ഇല്ലാതായത്. കാരണം ഇപ്പൊ തന്നെ നമ്മളെ തമിഴ്നാട് കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ദീപാവലിക്ക് ഇവിടെ 3 പടങ്ങൾ. സത്യം എനിക്കൊക്കെ വളരെ വിഷമമാണ്. ഇപ്പൊ എല്ലാം അടക്കി വാഴുന്നത് തിയേറ്ററുകാരാണ്. അവര് മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നു. നാളെ അവര് പറയാണ് സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ആൾക്കാരുടെ പടം മാത്രം കളിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്സഹായരാണ്. പിന്നെ എന്തൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് കേറി പച്ച പിടിച്ചൊക്കെ വരണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടി ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. ഞങ്ങൾ കൂട്ടിക്കോളാം. പക്ഷെ ഇപ്പൊ ആ ഒരു ടെൻഷൻ മാറി കിട്ടിയോ? ഇപ്പൊ ഇന്നത്തെ ന്യൂസ് വന്ന സമയത്ത് ബാബുരാജ് സാറിന് ആ ഒരു ടെൻഷൻ മാറി കിട്ടിയോന്ന് അറിയില്ല. ഞാൻ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ വെച്ച കാര്യമാണ്, ഈ സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലെയല്ല, സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ ഈ രീതിയിൽ കളിയാക്കാനുള്ള ആ ഒരു ഇത് ഈ വ്യക്തിക്കില്ല, മിസ്റ്റർ ബാബുരാജിനില്ല എന്നുള്ളത്. നമ്മൾ കുറേ ആൾക്കാരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയം ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് വന്നു എന്നുള്ളൊരു കാര്യം പറയട്ടെ. കാരണം ഞാൻ ഈ ഇൻ്റർവ്യൂ ഇടയ്ക്കിടയ്ക്ക് ഇതേമാറ്റി നമുക്ക് ഇങ്ങനെ കയറി വരും. ഏകദേശം 10 വർഷം മുന്നുള്ളൊരു ഒരു ഇൻ്റർവ്യൂ, ഒരു TV പ്രോഗ്രാമാണ്. അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുത്തി മാക്സിമം കളിയാക്കി വിട്ടതാണ്. അതായത് അമ്മയിലേക്ക് ഇയാൾ വരുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ആ ചിരിച്ച ചിരിയൊക്കെ വോട്ടെവർ, അത് ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഇന്നത്തെ എന്താ വിഷയം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത് മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. യെസ്, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ന്യൂസ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ആ ലേഡി ആരാന്നുള്ളത് അറിയില്ല, ആ ലേഡി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. സംഭവം എന്താ വെച്ചാൽ, സ്കൂൾ കലോത്സവങ്ങളിൽ, ഈ സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ മാർക്ക് നേടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരുപാട് അഭിനയ മോഹങ്ങളും എല്ലാം ആയിട്ട് ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ അത്രയും അവരുടെ കരിയർ ഇതാക്കാനും, അല്ല വേറെ രീതിയിലല്ല അല്ലേ, അഭിനയത്തോടുള്ള മോഹം കൊണ്ടാണ് പല കുട്ടികളും ഈ ഇതുപോലെ കലോത്സവ വേദികളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവരവരുടെ അഭിനയത്തിൻ്റെ മോഹങ്ങൾ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു കുട്ടീനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാബുരാജ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഈ ഒരു മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡയറക്ടർക്ക് മീറ്റ് ചെയ്യണം, മറ്റേ പ്രൊഡ്യൂസർക്ക് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ വിളിച്ചു വരുത്തി ഒറ്റയ്ക്കുള്ള സമയത്ത് മോശമായി സംസാരിച്ച് പെരുമാറിയെന്നല്ല, അവരെ സെക്ഷലി അസോൾട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അവർ റേപ്പ് ചെയ്തു എന്ന്. ഇയാളുടെ പിന്നെ എന്താ കഴിവും പദവിയും പവറും പോരാത്തതിന് എന്താ പറയുക, ഫിസിക്കൽ അഗ്രഷൻ കൊണ്ട് ആ സ്ത്രീനെ പാവം അതിനെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് അവർ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം. കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും കുറച്ച് ധൈര്യവും ശക്തിയും നമ്മുടെ കൂടെ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചാണ് എനിക്കും ഇപ്പോൾ ഇതിൽ വരാൻ സാധിച്ചത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മളുടെ അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസ്റ്റർ നടൻ ബാബുരാജ് എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്കിതിൽ വരാൻ ഒരു താല്പര്യം തോന്നിയത്. എന്ന് വെച്ചാൽ അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബ്രദർലി ആയിട്ടും ഒരു ഫാദർലി അപ്രോച്ച് ഒക്കെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമയിൽ വരാനുള്ള എന്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു. അതുപോലെ ഈ നാടക രംഗത്തൊക്കെ സ്കൂൾ കലോത്സവ കാലങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചതിനെ തുടർന്നും നമുക്ക് സിനിമയിൽ എത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും, അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിൽ എത്താം, സാമ്പത്തികമായും അല്ലാതെയും ഫെയിം ആകും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്.
മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു, സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ, കൺട്രോളർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും, അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് തിരക്കാണ്, അല്പസമയത്തിന് ശേഷം എത്തും, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വന്ന് ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം റൂമിലേക്ക് കയറുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം. ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത്, മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. അന്ന് എനിക്ക് സാമ്പത്തികം, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വിഷയങ്ങളൊക്കെ മെന്റലി ഷോക്ക്, ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് സപ്പോർട്ടിനൊന്നും ഒരാൾ പോലും ഇല്ലാത്തൊരു കാലാണ്. അങ്ങനെ എൻ്റെ പൈസയും ഇല്ല. അപ്പൊ അവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല, തനിക്ക് വീട്ടിൽ പോകാനുള്ള കാര്യം, ഇത്രയും ഒരു പാവപ്പെട്ട ഒരു കുട്ടിയല്ലേ, നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് എനിക്ക് പോരാൻ സാധിച്ചത്. ആ വിഷമത്തിൽ പിന്നീട് ആ ആളുമായിട്ട് കുറെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞ ആള് മറ്റു പല പെൺകുട്ടികൾക്കും വിഷമങ്ങളും പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരിപ്പം യെസ്, ഇതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവമുള്ള പെൺകുട്ടികൾ ഇപ്പോൾ അവരെന്നെ പറഞ്ഞു, അവരെന്നെ അവരുടെ ആ തുറന്നു പറച്ചിൽ പറയുന്നുണ്ട്, അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, അവർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് പേരുടെ തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഒരു കാര്യം സത്യമാണ്, ശരിയാണ്, ഇതൊക്കെ ആരോപണങ്ങൾ തന്നെയാണ്. കാരണം വെച്ചാൽ അൺലെസ് ഇത് പ്രൂവ് ചെയ്യുന്നത് വരെ ഇത് ആരോപണങ്ങളാണ്, സംഗതി സത്യം. പക്ഷേ ഇവരൊക്കെ വേണ്ടെന്ന് വെച്ചാൽ വെറും ആരോപണം മാത്രമായിട്ട് നിലനിൽക്കാതെ, അതായത് ഒരു അടച്ചാക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെയ്ഗായിട്ടുള്ള ഒരു ആരോപണം മാത്രമായിട്ട് നിലനിൽക്കാതെ അവരൊരു കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ ഇതേ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് വേറെ ആർക്കെങ്കിലും മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ലേഡി തന്നെ കണ്ടില്ലേ, അവരുടെ അഭിനയമോഹം അല്ലേ, അഭിനയമോഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ, അതാ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മളെ എഫേർട്ട് മാത്രമല്ല ഇൻബോൺ ടാലൻറ്റ് കൂടെ ഉള്ളത് കൊണ്ടാണ് അവർ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പ്രൈസ് കിട്ടിയിട്ട് ആ മോഹമായിട്ട്, സിനിമാ മോഹം കൊണ്ട് ഇതേമാതിരി വന്നിട്ട് അവർക്ക് ഇതുപോലെ ചൂഷണത്തിന് ആൾക്കാരെ ഇരയാക്കുന്ന സമയത്ത് ആ ആൾക്കാർക്ക് ഇപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതും അവർ പുറത്ത് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് അനുഭവിച്ച പെന്മാരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സംഗതികളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ജയസൂര്യയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതുപോലെ ഇനി മണിയമ്പിള്ള രാജു, അങ്ങനെ ഇനി ആരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരുന്നുള്ളത് അറിയില്ല. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ജസ്റ്റ് ഒന്ന് പറയട്ടെ, ചെകുത്താനോട് ചോദിക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ കണ്ടു ഞാൻ കേട്ടോ. ചെകുത്താനെ നീ എന്ത് പണിയാണ് ചെയ്തതെന്ന്, അതായത് എന്ത് പിന്നെ ചെകുത്താൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അല്ലേ, ചെകുത്താൻ്റെ ഒരു ഇത് എഫക്റ്റ് അല്ലേ, ഒരു ചെകുത്താൻ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പറയുമ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, ചെകുത്താനെ നീ എന്ത് പണിയാണ് ചെയ്തത്? കാരണം ചെകുത്താനെന്ന് തൊട്ടത് കാര്യം മാത്രമേ സിനിമാക്കാർക്ക് ഓർമ്മയുള്ളൂ. സിദ്ദിഖ് മുതൽ എല്ലാവരും അടലപടലം ഓരോരുത്തർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുകയാണ്.